ICICI ബാങ്ക് അവരുടെ Q3 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബാങ്കിന്റെ ഈ ക്വാർട്ടറിലെ ടോട്ടൽ ഇൻകം നോക്കുവാണെങ്കിൽ 49,334 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള സെപ്റ്റംബർ ക്വാർട്ടറിലെ ബാങ്കിന്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 49,333 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു 0.002% ടോട്ടൽ ഇൻകം ഡിസംബർ ക്വാർട്ടറിൽ കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഡിസംബർ എൻഡായ ക്വാർട്ടറിലെ കമ്പനിയുടെ ടോട്ടൽ ഇൻകം നോക്കുവാണെങ്കിൽ 48,367 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 2% ടോട്ടൽ ഇൻകം ഈ ഡിസംബർ ക്വാർട്ടറിൽ കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിലെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 31,978 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള സെപ്റ്റംബർ ക്വാർട്ടറിലെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 32,035 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 0.17% എക്സ്പെൻസ് ഈ ക്വാർട്ടറിൽ ഡിസംബർ ക്വാർട്ടറിൽ കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ വർഷം ഡിസംബറിലെ ടോട്ടൽ എക്സ്പെൻസ് എത്രയായിരുന്നു? 31,481 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 1.5% ടോട്ടൽ എക്സ്പെൻസ് ഈ ഡിസംബർ ക്വാർട്ടറിൽ കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 17,355 കോടിയാണ്. തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 17,297 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ഒരു 0.33% പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഡിസംബർ ക്വാർട്ടറിൽ കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ വർഷം ഡിസംബറിലെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എത്രയായിരുന്നു? 16,886 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ നോക്കുകയാണെങ്കിൽ ഒരു 3% പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഡിസംബർ ക്വാർട്ടറിൽ. അതുപോലെ ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിലെ ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 11,317 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 12,358 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റ് ഒരു 8% സെപ്റ്റംബർ ക്വാർട്ടറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡിസംബർ ക്വാർട്ടറിൽ 8% കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷം ഡിസംബറിലെ കമ്പനിയുടെ ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റ് എത്രയായിരുന്നു? 11,792 കോടിയാണ്. അപ്പൊ നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 4% പ്രോഫിറ്റ് ഈ ഡിസംബർ ക്വാർട്ടറിൽ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ബാങ്കിന്റെ EPS ഒന്ന് കണ്ടു നോക്കാം. ഈ ക്വാർട്ടറിലെ ബാങ്കിന്റെ EPS എന്ന് പറയുന്നത് 15.84 പൈസയാണ് വരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 17.31 പൈസയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ EPS ഒരു 8% ഈ ഡിസംബർ ക്വാർട്ടറിൽ കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ എൻഡായ ക്വാർട്ടറിലെ EPS എന്ന് പറയുന്നത് 16.72 പൈസയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിലും ഒരു 5% EPS കമ്പനിയുടെ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഓവറോൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ബാങ്കിന് ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയറും ഇൻകത്തിന് നമുക്കൊരു ചെറിയ ഗ്രോത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും അതുപോലെ തന്നെ EPS ഇയർ ടു ഇയറും ക്വാർട്ടർ ടു ക്വാർട്ടറും കുറയുവാണ് ചെയ്തിരിക്കുന്നത്.